ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡിലെ ഫേമസ് ആയ അല്ലെങ്കിൽ വേൾഡിലെ നമ്പർ 1 ആയ മദ്യനിർമ്മാണശാലയായ ഗിന്നസ് വിസിറ്റ് ചെയ്യാനാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഗിന്നസ് എന്ന് പറയുന്ന ഒരു മദ്യത്തെ പറ്റി. വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു മദ്യമാണ്. ലോകത്തിലെ ഒരു 38% മദ്യം ഇവിടെ ഡബ്ലിനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്ഥാപിതമായത് 1759 സ്ഥാപിതമായത്. ഗിന്നസ് ഫാമിലിയാണ് അത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കാലാന്തരങ്ങളോളം അത് റൺ ചെയ്ത് ഗിന്നസ് ഫാക്ടറി ഇപ്പോഴും റൺ ചെയ്യുന്നു. ഇവിടെ വളരെ വലിയ ഏക്കറിലാണ് ഈ ഗിന്നസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് അതിൻ്റെ എല്ലാ പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പുറകിൽ കാണുന്നതാണ് കുതിരവണ്ടികൾ. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുതിരവണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അവർ നമ്മളെ ഈ ഡബ്ലിൻ മുഴുവൻ ചുറ്റി നടന്ന് കാണിക്കും. അതിന് ഓരോന്നിനും ഓരോ റേറ്റാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു അട്രാക്ഷനാണ്. നമ്മൾ ഈ ബസ്സിനോ കാറിനോ പോകുന്ന പോലെയല്ല സിറ്റി മുഴുവൻ ഈ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്നത്. അതായത് ഈ ടൂറിൽ 3 ടൈപ്പ് ഓഫ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ടിക്കറ്റിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗിന്നസ് അക്കാഡമിയുടെ ടിക്കറ്റാണ്. അപ്പോൾ ആ അക്കാഡമി കാണുവാനായിട്ടും പറ്റും. അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം എങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് എങ്ങനെ കുടിക്കുവാനായിട്ട് അത് കൊടുക്കുന്നു, ആ ഒരു പ്രിപ്പറേഷനും കൂടെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാമല്ലോ എന്നോർത്താണ് ഞാൻ ആ ടിക്കറ്റ് എടുത്തത്. അപ്പം 7 നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഇത്. അപ്പോൾ ഓരോ ഫ്ലോറിലും നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ക്യൂവിൽ ധാരാളം ആളുകൾ ഇവിടെ കയറുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അതായത് 3 ടൈപ്പ് ഓഫ് ടിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 26 യൂറോയുടെ ഉണ്ട്, 32 യൂറോയുടെ ഉണ്ട്, 36 യൂറോയുടെ ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ 75 അങ്ങനെയുള്ള യൂറോയില്ല. അപ്പോൾ അതിന് ഓരോന്നിനും അവർ ആ മെയിനായിട്ടും അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർ കൂടുതലും മദ്യം ഇവിടുന്ന് പ്യുവറായിട്ടുള്ള ഈ മദ്യം ടേസ്റ്റ് ചെയ്യുവാനായിട്ട് അവരിവിടുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു മദ്യം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് വളരെയധികം ടേസ്റ്റ് ചെയ്യാനും എൻജോയ് ചെയ്യുവാനും ഇവിടുത്തെ ഒറിജിനലായിട്ടുള്ള ഒരിത് ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണിത്. അപ്പം ഡബ്ലിനിൽ താമസിക്കുന്ന ആളുകളോ അയർലൻഡിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ആളുകളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ബ്രൂവിങ്ങിനെ പറ്റി, അതായത് മദ്യം എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ എക്സ്പ്ലനേഷനും ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടും. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഈ മദ്യം ടേസ്റ്റ് ചെയ്യാനുള്ള റൂംസ് അവൈലബിൾ ആണ്. 3-ാമത്തെ ഫ്ലോറിൽ എങ്ങനെയാണ് ഗിന്നസ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കും. 4-ാമത്തെ ഫ്ലോറിൽ ഗിന്നസ് അക്കാഡമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നതെന്നെല്ലാം കാണിക്കും. 5-ാമത്തെ ഫ്ലോറിൽ ഫുഡാണ്. 7-ാമത്തെ ഫ്ലോറിൽ ഗ്രാവിറ്റി ബാറാണ് ഉള്ളത്. ഈ ഗ്രാവിറ്റി ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മദ്യം അവിടെ നിന്ന് അവർ നമ്മുടെ ടിക്കറ്റിന് അനുസരിച്ച് നമുക്ക് ആ മദ്യം പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ താഴെ കിടക്കുന്ന ഫുള്ള് ഫ്രഷ് ആയിട്ടുള്ള ബാർലിയാണ്. അപ്പം അവിടെ എങ്ങനെയാണ് അത് ബാർലി അവരുണ്ടാക്കുന്നത് ഈ മദ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ വീഡിയോസാണ് അവിടെ കാണിക്കുന്നത്. ആ താഴെ കിടക്കുന്ന മുഴുവൻ ബാർലിയാണ്. അത് എങ്ങനെ അവരത് കൊയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ആണ്.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അയർലൻഡിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബാർലിയുടെ 1 ടണ്ണോളം ബാർലി ഈ ഗിന്നസിൻ്റെ ബിയറോ അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോയിലുള്ള ആളാണ് ആർത്തർ ഗിന്നസ്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ. 5 തലമുറകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ഒരു സ്ഥാപനം ആദ്യമായിട്ട് സ്ഥാപിച്ചത്. നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായും കാണിക്കുന്ന ബ്രൂവിംഗ് ആണ്. അതായത് ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഈ ബിയർ അല്ലെങ്കിൽ മറ്റു മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ മെഷീൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെല്ലാമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശരിക്കും നമ്മൾ മദ്യത്തിൻ്റെ ഒരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങി. അത് ഈ നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന മദ്യത്തിൻ്റെ സ്മെല്ലല്ല എനിക്ക് അനുഭവപ്പെടുന്ന. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ബ്രൂയിങ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടേസ്റ്റിംഗ് റൂമിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം അതിനകത്ത് എന്താണെന്ന്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് ഇതിനകത്ത്. So guys, once you have your sample, if you make your way into the next stage. ഇതാണ് ഗിന്നസിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നത്. പക്ഷേ ഞാനിത് കുടിക്കുന്നില്ല, കാരണം ഞാനിത് ബിയർ കുടിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ട് നോൺ ആൽക്കഹോളിക് ആണെന്ന് പറഞ്ഞാലും കുടിക്കാനൊരു മടിയാണ് എനിക്ക്. ഈ ബിയറിൻ്റെ സ്മെല്ല് നോക്കാനുള്ളൊരു പ്ലേസാണിത്.
നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്ന ബിയർ ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ഡെമോ കാണിച്ചു തരികയാണ്. വളരെ രസകരമായ രീതിയിലാണ് അയർലൻഡിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മദ്യം കുടിക്കുന്നത്. തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഗ്ലാസ് പൊക്കിപ്പിടിച്ച് അത് ചിയേഴ്സ് പറഞ്ഞതിന് ശേഷം മൂക്കിന് താഴെ കൊണ്ടുവന്ന് അത് 3 സെക്കൻഡ് വളരെ ശക്തിയായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്ത് അത് അതിൻ്റെ സ്മെല്ല് അകത്തേക്ക് വലിച്ചിട്ട് അത് നാക്കിൻ്റെ തുമ്പത്ത് ഒരു സ്വീറ്റ്നെസ് വരുമെന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ടൈമിലാണ് ഈ ഒരു ബിയർ കുടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ലേ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗിന്നസിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐക്കണുകൾ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഗിന്നസ് അക്കാഡമിയിലാണ്. ഗിന്നസ് അക്കാഡമിയിലാണ് നമ്മളെ എങ്ങനെയാണ് ഒരു ഗിന്നസ് ഒരു മദ്യം ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് എടുക്കുന്നത് എന്ന് അവരത് കാണിച്ചു തരികയാണ്. ആദ്യം അവർ ഡെമോ ചെയ്ത് കാണിക്കും. അതിനുശേഷം നമുക്ക് ഓരോ ഗ്ലാസ് തന്നിട്ട് നമ്മളെ അലവ് ചെയ്യും അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ബിയർ കുടിക്കുമ്പോൾ ചുണ്ടിലും മീശയിലും ഈ പത വരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൂത്ത് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ കുടിച്ചുകൊണ്ട് അവിടെ പലരും അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് മീശയാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അവർ കുടിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതാണ് സിനിമ റൂം. നമുക്ക് നോക്കാം ഇത് എന്താണ്. അമ്മേ
ഇപ്പോൾ എത്തിയിരിക്കുന്നത് 7ാം നിലയിലുള്ള ഗിന്നസിൻ്റെ ഗ്രാവിറ്റി ബാറിലാണ് വന്നിരിക്കുന്നത്. ഇത് റൂഫ് ടോപ്പിലാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പൈൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ ഈ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കുള്ള ആ ഒരു പൈൻറ്റ് അവരത് പ്രിപ്പയർ ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുടിക്കാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാ ആളുകളും ഇത് മേടിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ടിക്കറ്റ് വേറൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ഡബ്ലിൻ സിറ്റി മുഴുവനായിട്ട് കാണുവാനായിട്ട് പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണിത്. സോ ജസ്റ്റ് ഗീവ് ഇറ്റ് ടു യുവർ ഹസ്ബൻഡ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിന്നസിൽ നിന്ന് പോവുകയാണ്. ഇതാണ് എക്സിറ്റ് വേ. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല ഒരു കാര്യം കണ്ട ഒരു സന്തോഷം എനിക്കുണ്ട്. ഗിന്നസ് ഫാക്ടറിയിലെ ഈ ഒരു ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു അവസരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേയില്ല. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വന്ന് സന്ദർശിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരിടത്തെങ്കിലും ഇതുപോലെ ഒരു ഫാക്ടറിയിൽ നമുക്ക് എൻട്രി ചെയ്ത് അവിടുത്തെ പൈൻറ്റ് ടേസ്റ്റ് ചെയ്യാനും അവിടുത്തെ കാഴ്ചകളും അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം കാണാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.